നമസ്കാരം. ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ്. ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ്, IDIOT. ഇഡിയറ്റ്. ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടിരിക്കാൻ വഴിയില്ല. ഇഡിയറ്റ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച്. ഇതൊരു രോഗാവസ്ഥയാണോ, ഇയാൾ ഉണ്ടാക്കി പറയുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്റർനെറ്റിന്റെ സർവാധിപത്യമാണെന്ന്, ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗലക്ഷണങ്ങൾ സ്വന്തം ലക്ഷണങ്ങളായിട്ടും അല്ലെങ്കിൽ സ്വയം ഉണ്ട് എന്ന് വിശ്വസിച്ചും അതിനുശേഷം ഈ രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി സ്വയം ചികിത്സ നടത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഈ ഇഡിയറ്റ്സ് എന്ന ഒരു വാക്ക് വന്നത്. IDIOT. ഇതൊരു തമാശയല്ല. ഇത് നമ്മൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇന്റർനെറ്റിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ രോഗങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുകയും ഇനി അഥവാ രോഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ രോഗചികിത്സയെ സ്വാധീനിക്കുകയും തടസ്സപ്പെടുത്തുന്നതും ആയ ഒരു പ്രത്യേക അവസ്ഥ. ഇനി ഇത് കൂടി വരാനേ സാധ്യതയുള്ളൂ, കുറയില്ലത്. ഈ പ്രശ്നം കൂടി വരുന്നതാണ്. ഒരു ചികിത്സകൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണത്. എന്നെ കാണാൻ വരുന്ന പലരും ഇന്റർനെറ്റിൽ നിന്ന് അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് ഒരുപാട് വായിച്ച് അവർക്ക് മനസ്സിലായി എന്ന് കരുതി അതിൻ്റെ ചികിത്സ സ്വയം നടത്തി അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ഒരു അവസ്ഥ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് പ്രശ്നമാണോ? ഇപ്പൊ നിങ്ങളും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണ് അല്ലേ? ഞാനും നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എല്ലാം പണ്ടത്തെ പോലെ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും മാത്രം പഠിച്ച അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അവിടെയാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന വാക്കും നോളജ് എന്ന് പറയുന്നത് രണ്ടാണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അറിവ്, നോളജ് എന്ന് പറയുന്നത് വിവരം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ വിവേകം എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഇൻഫർമേഷൻ കിട്ടുന്നതെല്ലാം ശരിയാണ്, അതാണ് എനിക്കുള്ള പ്രശ്നം, അല്ലെങ്കിൽ അത് എനിക്കുള്ള രോഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് മാച്ചാണ്, ഒരു പെർഫെക്റ്റ് മാച്ചാണ്, അതിനാൽ എനിക്ക് ഈ രോഗമുണ്ട് എന്ന് സ്വയം നിർണ്ണയിക്കുന്ന സെൽഫ് ഡയഗ്നോസിസ് ആൻഡ് സെൽഫ് ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഞാൻ പോലും കുറ്റക്കാരനാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നു എന്ന് കരുതുക. പണ്ടൊക്കെ ആണെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കും. ഇൻഫാക്ട് ഇന്നും പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത്? അപ്പം തന്നെ ഫോണിൽ, സ്മാർട്ട് ഫോണിൽ പരുതും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്ന് ഗൂഗിൾ ചെയ്യും അല്ലേ? എന്നിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത്? എനിക്ക് ഈ ലക്ഷണങ്ങളുണ്ട്, ഇപ്പൊ ഇവിടെ ഈ വയറിന്റെ ഈ വശത്തൊരു പിടുത്തം, അപ്പൊ അത് പാൻക്രിയാസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ലിവറിന്റെ ആയിരിക്കും. അപ്പൊ ലിവറിന്റെ ആണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ, വാട്ടെവർ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പാൻക്രിയാസിന്റെ, റൈറ്റ് സൈഡിലാണെങ്കിൽ ലിവർ എന്നൊക്കെ നമ്മൾ സ്വയം അങ്ങോട്ട് ഓരോ നിഗമനങ്ങളിലെത്തും. എന്നിട്ട് നമ്മുടെ മനസ്സ് പറയുന്ന ഉപബോധ മനസ്സാണ് ഇവിടെ കേട്ടോ, സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സ്വാധീനം ചെലുത്തുന്നത്. നമ്മുടെ ഉപബോധ മനസ്സ് പറയും, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ രോഗലക്ഷണം, അപ്പൊ ഇതായിരിക്കും രോഗം, അപ്പൊ അതാണ് രോഗം എന്ന് സ്വയം നമ്മൾ ഓരോ നിഗമനങ്ങളിലെത്തും. അല്ലെങ്കിൽ സംശയങ്ങൾ നമ്മളെ അലട്ടും. എന്നിട്ട് അടുത്തെന്താ ചെയ്യുന്നത്? ഈ രോഗങ്ങൾക്ക് ഇന്ന പരിശോധനകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തുള്ള ലാബിൽ പോയിട്ട് നമ്മൾ ആ പരിശോധനകൾ ചെയ്യും, അല്ലെങ്കിൽ സ്കാൻ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലാബ് റിപ്പോർട്ട്സിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം സോഫ്റ്റ്വെയർ റണ്ണാണല്ലോ, ഇപ്പം എല്ലാം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ കറക്റ്റ് എന്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആയിരിക്കും ലാബ് റിപ്പോർട്ട്സിൽ വരുന്നത്. എന്ന് വെച്ചാൽ ചിലതിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അവർ, വേറൊരു ഫോണ്ടിലായിരിക്കും റിപ്പോർട്ട് വരുന്നത്, ഹൈ ലോ എന്നൊക്കെ കാണപ്പെടും. അപ്പോൾ സംശയം ഉറപ്പിച്ചു. നേരത്തെ സംശയം മാത്രമായിരുന്നു, ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി എനിക്ക് തന്നെയാണ് രോഗം
ക്യാൻസർ ആണെന്ന് വരെ പറയുന്നവരുണ്ട്. ഇതിൻ്റെ ബേസിസിൽ മാത്രം ഇന്റർനെറ്റ് പരിധിയും പിന്നെ ലാബ് റിപ്പോർട്ട്സിന്റെ ബേസിസിൽ സ്വയം ക്യാൻസർ ആണെന്ന് നിഗമനങ്ങളിൽ എത്തുന്നവരെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ആണെന്ന് അങ്ങോട്ട് കരുതുന്നു. പ്രമേഹമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പോൾ ഉദാഹരണം, ഇന്നാളൊരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലഡ് ഷുഗർ നോക്കിയപ്പോൾ അത് 218 കണ്ടു. 218 കണ്ടപ്പോഴേക്കും ഇദ്ദേഹം സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു, നെറ്റിലേക്ക് പോയി നോക്കി, 218 റാൻഡം ബ്ലഡ് ഷുഗർ 200ന്റെ മുകളിലാണെങ്കിൽ ഡയബറ്റീസ് ആണെന്ന് അതിൽ പറഞ്ഞു. ഇദ്ദേഹം സ്വയം തീരുമാനിച്ചു, ഇദ്ദേഹം സ്വയം മെറ്റ്ഫോർമിൻ തുടങ്ങി. പിന്നെയാണ് വർക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഡയബറ്റീസ് അല്ല, അത് സ്ട്രെസ് ഹൈപ്പർഗ്ലൈസീമിയ ആയിരുന്നു എന്ന് നിഗമനത്തിൽ ഞാൻ എത്തി. ഞാൻ അതൊക്കെ നിർത്തി. ഓക്കെ, ഇങ്ങനെ ഒരുപാട് കാണാറുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ തിരിച്ചിലേക്ക് വരുമ്പോൾ ക്യാൻസർ ആണെന്ന് ഇവർ സ്വയം അങ്ങോട്ട് തീരുമാനിക്കും. എന്നിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ട്രീറ്റ്മെൻറ്റ് എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ. മോഡേൺ മെഡിസിൻ അത്ര എളുപ്പമൊന്നുമല്ല ക്യാൻസറിന് ചുമ്മാ സ്വയം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ. പക്ഷേ പച്ചമരുന്നുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടു ചികിത്സയോ അതൊക്കെ തുടങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഡയറ്റ് ഇങ്ങനെയൊക്കെ വേണം. ഡയറ്റിനെ കുറിച്ചാണ് ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ്, ഇഡിയറ്റ് സിൻഡ്രോം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഇഡിയറ്റ് സിൻഡ്രോം ഏറ്റവും കൂടുതൽ വരുന്ന ഡയറ്റിനെ കുറിച്ചാണ്. ഒരുപാടുണ്ട്, നൂറുകണക്കിന് ഡയറ്റ്സ് ആണ് ഇന്റർനെറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഏതെങ്കിലും ഒന്ന് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്. അതുപോലെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, അത് ഒരുപാടുണ്ട്. എനിവേ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം? വേറെ പ്രശ്നം പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ്. ഇതില് ദേ ആർ നോട്ട് ഏബിൾ ടു സെപ്പറേറ്റ് ദ വീറ്റ് ഫ്രം ദ ഷാഫ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് സത്യം, ഏതാണ് മിഥ്യ, ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് സത്യം, ഏതാണ് അർദ്ധസത്യം, ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് കെട്ടുകഥകൾ, തട്ടിപ്പ്, ഒരുപാടുണ്ട്. ഇത് തിരിച്ചറിയാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് പോലും, അല്ലെങ്കിൽ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്ക് ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇന്ന് നമുക്കുള്ളത്. ഞാൻ ഇന്ന് പറഞ്ഞത് പോലും നാളെ മാറ്റി പറയേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആൾക്കാർ അവിടെ ഡോക്ടർമാർക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണം. സാധ്യമല്ലാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് ഇന്റർനെറ്റിൽ കിട്ടുന്ന വിവരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹൗ ടു കീപ് ട്രാക്ക് ഓഫ് ഓൾ ദിസ്? എങ്ങനെയാണ് നമ്മൾ ഇതാണ് സത്യം, ഇതാണ് ശരി, അല്ലെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇന്റർനെറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ 5 സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേ വിഷയത്തെക്കുറിച്ച് 5 തരത്തിലുള്ള വിവരങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇതിൽ ഏതാണ് ശരി, ഏതാണ് ആധികാരികം എന്ന് തിരിച്ചറിയാൻ അസാധ്യമാണ്. അവിടെയാണ് നമ്മൾ ചില ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്യുന്നത്. അപ്പൊ അതിനും പരിഹാരമുണ്ട്. ചിലരെങ്കിലും ചോദിക്കും, അപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് തീരുമാനമില്ല. ഇല്ല, ദാറ്റ് ഈസ് എ ഫാക്ട്. അവിടെയാണ് നമ്മൾ ഈ ഗൈഡ് ലൈൻസ്. അതുകൊണ്ടാണ് ഓർമ്മ വയ്ക്കുക, ലാബ് റിപ്പോർട്ട്സ് എപ്പോഴും ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഇത്രയും മുതൽ ഇത്രയും വരെ ആവാം, ഈ റേഞ്ചിലാണ് വരുന്നത്. മാത്രമല്ല, ഈ ലാബ് റിപ്പോർട്ട്സ് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിനും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. കസ്റ്റമൈസ് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ലാബ് റിപ്പോർട്ട്സിൽ ഒരു റേഞ്ച് കൊടുത്തു എന്ന് കരുതുക. ഇവിടെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞേക്കരുതാരും. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 70 to 110 എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 100 to 126 താഴെ, വോട്ടെവർ ആ റേഞ്ച് പറയും. ഈ റേഞ്ച് എല്ലാവർക്കും ബാധകമാണോ? അല്ല. ഇപ്പൊ ഉദാഹരണം, 85 ഇയേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് 126 ആയിരിക്കില്ല നമ്മുടെ ഫാസ്റ്റിങ്ങിന്റെ കട്ട് ഓഫ് വെക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് 140 അല്ലെങ്കിൽ 150 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കട്ട് ഓഫ് വെക്കാറുണ്ട്. കാരണം അവിടെ ഹൈപ്പോഗ്ലൈസീമിയ ഡേഞ്ചർ വളരെ കൂടുതലാണ്, റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യണം. എന്നാൽ ഒരു യങ്സ്റ്റർ ആണ് വന്നെങ്കിൽ നമ്മൾ കുറേയും കൂടി സ്ട്രിക്റ്റ് ആയിരിക്കും. കറക്റ്റ് 110 ആയിരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ 100 ആയിരിക്കണം എന്ന് പറയും. അതുപോലെ HbA1c, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ കൊളസ്ട്രോൾസിൻ്റെ ആണെങ്കിൽ, ഇപ്പോൾ ഫാമിലിയിൽ ഹൈപ്പർ ട്രൈഗ്ലൈസറൈഡീമിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥകളുണ്ട്. അവരുടെ പൊതുവെ ട്രൈഗ്ലൈസറൈഡ് ലെവൽ കൂടുതലായിരിക്കും. അത് നമ്മൾ നോർമൽ, അതില്ലാത്തൊരു വ്യക്തിയെ പോലെ ആക്കാൻ ശ്രമിക്കുന്ന അബദ്ധമാണ്. കാരണം അതൊരു ഫാമിലിയൽ ട്രേറ്റ് ആണ്. അങ്ങനെ ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെയാണ് ഈ ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. അവിടെ ഇന്റർനെറ്റ് അല്ല, ഇൻഡിവിജ്വൽ ആണ് വലുത്.
വ്യക്തിയാണ് വലുത്, ഇന്റർനെറ്റ് അല്ല. അപ്പൊ ഇന്റർനെറ്റിൽ നിന്നെല്ലാം, ഇന്റർനെറ്റിൽ കിട്ടുന്ന എല്ലാം ഗോസ്പൽ ട്രൂത്ത് ആണ്, അതായത് വേദവാക്യമാണ് എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് ഒരു മുന്നറിയിപ്പും കൂടിയാണത്. ഇന്റർനെറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആയിരിക്കാം, അതാരും നിഷേധിക്കുന്നില്ല. ഓരോ സൈറ്റിലും ഓരോ രീതിയിൽ അവർ പറയും, ഓരോ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തതയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്നലെ വരെ ശരിയായിരുന്നു, എന്നാൽ അതിൻ്റെ ഇടയിൽ പുതിയ പഠനങ്ങൾ വന്നു, കുറേയും കൂടി ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ വന്നു, കുറേയും കൂടി വിശദമായിട്ട് പഠനങ്ങൾ വന്നു എങ്കിൽ ഇന്നത് മാറ്റി പറയും. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തന്നെ ആയിരുന്നു ശാസ്ത്രത്തിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ബട്ട് മുമ്പ് പറഞ്ഞ വിശ്വസിച്ച കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ. അതിനിയും സംഭവിക്കും. അതാണ് ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു അടിസ്ഥാന തത്വം. എനിവേ, ഇന്റർനെറ്റ് ഒരു ഇറ്റ് ഹാസ് റെവല്യൂഷണൈസ്ഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലീഷേ അല്ലേ. റെവല്യൂഷണൈസ്ഡ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും കൂടുതൽ മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് ഇന്റർനെറ്റ്. പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ഒരു മുന്നറിയിപ്പ് മാത്രമാണത് ഈ ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഇഡിയറ്റ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്റ്റിംഗ് ട്രീറ്റ്മെന്റ്. എന്നെ പോലെയുള്ള സാധാരണ ഡോക്ടേഴ്സിന് വലിയൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ആൻഡ് ഇന്റർനെറ്റിൽ നിന്ന് മാത്രം എല്ലാം പഠിക്കുന്ന വ്യക്തികൾ, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില സൈറ്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ചോദിക്കുക. ആധികാരികമായിട്ടുള്ള മെഡിക്കലിനെ കുറിച്ചാണ്, എസ്പെഷ്യലി ഡയബറ്റീസിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ചില സൈറ്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. യു ക്യാൻ റീഡ് ഇറ്റ് അപ്പ്. കുറച്ച് സയൻറ്റിഫിക് ആയിരിക്കും, കുറച്ച് ടെക്നിക്കൽ ആയിരിക്കും. എന്നിരുന്നാലും താല്പര്യമുള്ളവർക്ക് നമ്മളെ ബന്ധപ്പെടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബിവെയർ ഓഫ് ദ ഇഡിയറ്റ് സിൻഡ്രോം. ബൈ ബൈ.